എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദാവീദ് രാജാവ് സങ്കീർത്തനം 28:7 എന്ത് പറയുന്നുവെന്ന് ശ്രവിക്കാം. സങ്കീർത്തനം 28:7. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. ദുരിതകാലത്ത് എഴുതിയതാണ്. മുമ്പലത്തെ വാക്യങ്ങളിൽ ശത്രുക്കളിൽ നിന്നും സംരക്ഷണം അഭ്യർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കും വിടുതലിനും വേണ്ടി ദാവീദ് അപേക്ഷിക്കുന്നു. 7-ാം വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും സംരക്ഷണത്തെയും കുറിച്ച് ദാവീദ് പ്രതിഫലിപ്പിക്കുമ്പോൾ അവൻ്റെ സ്വരം നന്ദിയും സ്തുതിയും ആയി മാറുന്നു. ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമായി ദൈവത്തിലുള്ള വിശ്വാസത്തെ അത് ഊന്നി പറയുന്നു. തൻ്റെ ആന്തരിക ശക്തിയുടെയും ബാഹ്യ സംരക്ഷണത്തിൻ്റെയും ഉറവിടമായി ദാവീദ് ദൈവത്തെ അംഗീകരിക്കുന്നു. വെല്ലുവിളികളെ നേരിടാൻ ദൈവം അവനെ ശക്തനാക്കുകയും ഉപദ്രവത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിലുള്ള വിശ്വാസമാണ് അവനുമായുള്ള ദാവീദിൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം. ഈ ആശ്രയം ദൈവിക സഹായത്തിലേക്കും കഷ്ടകാലങ്ങളിൽ ഉറപ്പിലേക്കും നയിക്കുന്നു. ദൈവത്തിൻ്റെ സഹായം അനുഭവിച്ചറിയുന്നത് ദാവീദിന് അത്യധികം സന്തോഷം നൽകുന്നു. ആരാധനയിലൂടെയും പാട്ടുകളിലൂടെയും നന്ദി പ്രകടിപ്പിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു. ശക്തിയും പരിചയവും ദാവീദിൻ്റെ ജീവിതത്തിൽ ശക്തീകരണവും സംരക്ഷണവും നൽകുന്ന ദൈവത്തിൻ്റെ പങ്ക് വെളിപ്പെടുത്തുന്നു. ദൈവത്തിലുള്ള ദാവീദിൻ്റെ വിശ്വാസം സജീവമാണ്. ഇത് വ്യക്തമായി സഹായത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നതിലും അവൻ്റെ ശക്തിയിലും വാഗ്ദാനങ്ങളിലും ആശ്രയിക്കുന്നത് ഉൾപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നാം തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായും നന്ദിയുണ്ടാകും. ദാവീദിൻ്റെ സന്തോഷം ഹൃദയംഗമായ ആരാധനയിലേക്ക് നയിക്കുന്നു. നാം ദൈവത്തിൻ്റെ ശക്തിയിലും സംരക്ഷണത്തിലും ആശ്രയിക്കണം. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഇടപെടലിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിലും വാഗ്ദാനങ്ങളിലും വിശ്വസിച്ച് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുക. ദൈവത്തിൻ്റെ സഹായം നാം അനുഭവിക്കുമ്പോൾ അവൻ്റെ വിശ്വസ്തത തിരിച്ചറിയുന്നതിൽ നിന്ന് നമ്മുടെ കൃതജ്ഞതയും സന്തോഷവും പ്രകടിപ്പിക്കുക. ദൈവത്തിൻ്റെ കരുതലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് സാഹചര്യങ്ങളെ മറികടക്കുന്ന ആഴമേറിയതും നിലനിൽക്കുന്നതുമായ സന്തോഷം കൈവരുത്തും. സ്നേഹപിതാവേ, ആവശ്യമുള്ള സമയങ്ങളിൽ അങ്ങയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് അങ്ങയുടെ വിശ്വസ്തത അനുഭവിക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ സന്തോഷം കണ്ടെത്താനും ഹൃദയംഗമായ സ്തുതിയോടെ പ്രതികരിക്കാനും ഞങ്ങൾക്ക് സാധിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.